ഹലോ, എല്ലാവർക്കും നമ്മുടെ ദിശ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ. അപ്പോൾ എനിക്കൊന്ന് ഈ ഒരു വർഷത്തെ ആദ്യത്തെ വീഡിയോ ആയിരിക്കും. ഞാൻ ആദ്യം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇത്. എനിക്കൊന്ന് 1-2 ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിൽ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് എൻ്റെ പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. എൻ്റെ പേര് ദിശ ടിപ്സ് ആൻഡ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിലിങ്ങനെ നല്ല ഹെയർ കെയർ, സ്കിൻ കെയർ വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നമ്മുടെ ദിശയിൽ ഇടുന്ന വീഡിയോസും ഇടാത്തതുമൊക്കെ അതിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ബ്ലാ 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 സംസാരിച്ച് സമയം കളയണ്ട. അപ്പോൾ ഇന്ന് ആദ്യത്തെ വീഡിയോ നമുക്ക് ഒരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കട്ട് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിന് അറിയായിരിക്കും, എൻ്റെ പണ്ടത്തെ വീഡിയോസിലൊക്കെ നോക്കിയാൽ ഞാൻ എന്താ പറയുക ഇങ്ങനെ ഫ്രണ്ട് ബാങ്ക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അത് എന്താ പറയുക അങ്ങ് വളർത്തി വിട്ടതാണ്. പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഞാൻ വീണ്ടും കട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആ പഴയ വീഡിയോസിൻ്റെ താഴെയൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഇപ്പോഴും എനിക്ക് വരാറുണ്ട് എങ്ങനെയാണ് ഞാനത് കട്ട് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് നമ്മളതാണ് കാണാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ ഫ്രണ്ട് ബാങ്ക്സ് തനിയെ കട്ട് ചെയ്യാം. പിന്നെ ഞാൻ സൈഡ് ബാങ്ക്സ് നമുക്ക് എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ ഹെയർ എങ്ങനെ യു കട്ട് ചെയ്യാം, ലെയർ കട്ട് എങ്ങനെ ചെയ്യാം, ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് സംസാരിച്ച് സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യം തന്നെ മിഡിൽ പാർട്ടീഷൻ എടുക്കുക. അപ്പം നമ്മുടെ ആ ഒരു കറക്റ്റ് മിഡിലൂടെ തന്നെ ഇതുപോലെ ഹെയർ പാർട്ടീഷൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഐബ്രോസിൻ്റെ ഈ ഒരു എൻഡ് പോർഷനിൽ നിന്നും നേരെ മുകളിലേക്ക് ഇതുപോലെ ഹെയർ സെക്ഷൻ ചെയ്തെടുക്കുക. കണ്ടില്ലേ? അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു ഹെയർ എടുക്കേണ്ടത്. കണ്ടില്ല? നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ? അപ്പോൾ ഇത് കറക്റ്റ് ആ ഒരു ലെവലൊക്കെ ആണോ എന്നൊക്കെ നോക്കുക. അപ്പോൾ 2 സൈഡിലും ഇതുപോലെ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത് മുടി ഒതുക്കി എടുത്തിട്ട് കോംബ് ചെയ്ത് അത് ഫ്രണ്ടിലേക്ക് ആക്കുക. പിന്നെ നിങ്ങൾ കേളി ഹെയർ ഉള്ളവരാണെങ്കിൽ മുടി കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മുടിയിൽ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കയറി ഇറങ്ങിയൊക്കെ പോകും. അപ്പോൾ ഒരു കറക്റ്റ് നമുക്ക് ആ കറക്റ്റ് വേണ്ടുന്ന ലെങ്കിൽ അത് കട്ട് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ മുടി ഇങ്ങനെ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം. ഓക്കെ, അപ്പോൾ അതേ കണ്ടില്ലേ, മുകൾ ഭാഗത്ത് കറക്റ്റ് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. ഇനി ഇത് കട്ട് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എത്ര ലെങ്ത് വേണം എന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ ചീക്സിന് കുറച്ച് താഴെ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ മുകളിലോട്ട് വേണം എന്നുള്ളവർക്ക് അങ്ങനെ കട്ട് ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു ലെങ്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാം എത്ര ലെങ്തിൽ വേണം എന്നത്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും മിഡിൽ പാർട്ടീഷൻ എടുക്കുക. രണ്ടും ഈക്വൽ ആയിട്ട് 2 സൈഡിലേക്കും ഹെയർ ഇതുപോലെ മാറ്റുക. ഇനി ഈ ഒരു സൈഡിലെ ഹെയർ എടുക്കുക. അത് നന്നായിട്ടൊന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വലിച്ച് ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം അതിൻ്റെ ആ ഒരു ടിപ്പ് കണ്ടില്ലേ, അതൊരു ഇങ്ങനെ ചരിഞ്ഞ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. കാണുമ്പോൾ മനസ്സിലും കണ്ടില്ലേ, ഈ ഒരു ചരിഞ്ഞ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അറ്റത്ത് ചെറുതായിട്ട് ഇങ്ങനെ പോയിന്റ് കട്ടിങ് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ പോയിന്റ് കട്ടിങ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ആ ഒരു എന്താ പറയുക ഇങ്ങനെ ചരിഞ്ഞ് ഉള്ള ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെ തന്നെ അടുത്ത സൈഡും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഭയങ്കര സിമ്പിളാണ്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ കട്ട് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് വേറെ ഹെയർ സ്റ്റൈൽസും ഒക്കെ ചെയ്യാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മുടി ഇങ്ങനെ എന്താ പറയുക ഒതുക്കിയൊക്കെ വയ്ക്കുന്ന ഹെയർ സ്റ്റൈൽസ് ആണെങ്കിൽ മുടി ഫ്രണ്ടിലോട്ട് വരാതെ അത് ഹെൽപ്പ് ചെയ്യും. അടുത്ത സൈഡും ഞാൻ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് പിടിച്ച് വലിച്ച് കറക്റ്റ് ലെവലിൽ പിടിച്ച് വലിച്ചിട്ട് അതിൻ്റെ അറ്റം മാത്രം ചരിച്ച് വെട്ടി കൊടുക്കുക. കണ്ടില്ലേ? ഇതുപോലെ ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ പോയിന്റ് കട്ടിങ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ആ ഒരു കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മുടി ഇങ്ങനെ ചുരുണ്ടിരുന്നാൽ നമുക്കത് പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേ 2 സൈഡും ഞാൻ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ?
അപ്പോൾ ഇതെനിക്ക് പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ ഹെയർ സ്റ്റൈൽസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മുടി കെട്ടി വയ്ക്കുമ്പോൾ ഇത് ഫ്രണ്ടിലേക്ക് വരാത്ത രീതിയിൽ ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് കംഫർട്ടബിൾ ആണ് ഈ ഒരു രീതി. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഫ്രണ്ടിലേക്ക് ഇതുപോലെ ചീകിയിടുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, രണ്ട് സൈഡിലുമുള്ള ആ ഒരു ഹെയർ ഇനി കുറച്ച് നീളം കൂടുതലും, നടുക്ക് വരുമ്പോൾ നീളം കുറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും, ഒരു റാ ഷേപ്പിൽ ഉണ്ടാവും. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു രീതി എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് അങ്ങനെ ഇട്ട് സ്റ്റൈൽ ചെയ്യാം, അല്ലെങ്കിൽ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് അങ്ങനെ സ്റ്റൈൽ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതധികം ഹെയർ ഒന്നും പോയിട്ടില്ല, നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ ഹെയറിൽ കുറച്ചുകൂടെ ഒരു വോളിയം നമുക്ക് തോന്നിക്കാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നല്ലതാണ്, കണ്ടില്ലേ? ഇപ്പോൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാൻ ഇങ്ങനെ മടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ മുടി ചീകിയിടുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ കട്ട് ചെയ്തിടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. നമ്മുടെ ഫേസിന് കുറച്ചുകൂടെ ഒരു യങ് ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നല്ലതാണ്. നമുക്ക് ഏത് രീതിയിലും ഇത് സ്റ്റൈൽ ചെയ്യാം. ഇനി നമുക്കിത് ജസ്റ്റ് വെറുതെ ഒന്ന് മുടി കെട്ടി വെക്കണമെങ്കിൽ തന്നെ ഇതുപോലെ കുറച്ച് ഹെയർ ഒന്ന് ഫ്രണ്ടിലേക്ക്, നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ഒക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് വെറുതെ മുടി എടുത്തിട്ട് ചുറ്റി ഒരു ബണ്ണ് ഇട്ടാൽ തന്നെ സ്റ്റൈലിഷ് ആയിരിക്കും. നമ്മൾ ഒരുപാട് സമയമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇത് ഒരു സ്റ്റൈൽ ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും, ഇത് കട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങോട്ട് ഷോർട്ട് ആക്കാതെ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഷോൾഡറിലെ ഇവിടെ ഇങ്ങനെ തട്ടി നിൽക്കുന്ന ആ ഒരു രീതിയിൽ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഹെയർ സ്റ്റൈൽ വേണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം. നമുക്ക് നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് തരികയും ചെയ്യും. അതുപോലെ എന്താ പറയുക, ഫേസൊക്കെ കുറച്ചുകൂടെ ഒരു സ്ലിം ആയിട്ട് തോന്നിക്കാനും, അതുപോലെ തന്നെ ഫോർഹെഡൊക്കെ ഉള്ള കൂടുതലായിട്ട് നെറ്റ് കെയറിലുള്ളവർക്ക് ജസ്റ്റ് അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു യങ് ആയിട്ടിരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ വന്ന് എൻ്റെ അടുത്ത് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.